കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നെടുമ്പാശ്ശേരി. 7 തമിഴ്നാട്ടുകാരടക്കം 30 ഭാരതീയരുടെ മൃതദേഹമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് റോഡ് മാർഗം വീടുകളിലേക്ക് എത്തിച്ചത്. മൃതദേഹം അതിവേഗം നാട്ടിലെത്തിക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഇടപെടലിനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രശംസിച്ചു. പ്രവാസികൾക്ക് ഒരു പോറലേറ്റാൽ അത് നമുക്ക് വേദനയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചു. കുവൈറ്റിൽ നിന്നും മൃതദേഹം വഹിച്ചുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇന്ന് രാവിലെ 8:30 നെടുമ്പാശ്ശേരിയിലെത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതനുസരിച്ച് മൃതദേഹം ഏറ്റുവാങ്ങാനായി പുലർച്ചെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഓരോ കുടുംബത്തിന്റെയും അത്താണിയായിരുന്നവരുടെ മടങ്ങിവരവ് ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നവരെ വിധി ഇക്കുറി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത് നിറകണ്ണുകളോടെയായിരുന്നു. ഞങ്ങളെല്ലാവരും കണ്ണീരിലെത്തിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വല്ല തീരാ നഷ്ടം തന്നെയാണ്. കുടുംബത്തിന് 3 ചെറിയ പിഞ്ചു മക്കളാണ്, പെൺകുട്ടികളാണ്. മൃതദേഹം ഇത്രയും വേഗം നാട്ടിലെത്തിക്കാനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഇടപെടലിനെ പ്രശംസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശ്രിതർക്ക് പരമാവധി നഷ്ടപരിഹാരം വാങ്ങി നൽകാനും കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ ഒരു വിദേശകാര്യ സഹമന്ത്രി അവിടെ പോവുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വീകരിച്ച നടപടികൾ ഫലപ്രദമാണ്. അതേ രീതിയിൽ കുറ്റമറ്റ നടപടി കുവൈറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ പ്രശംസനീയമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞു. ദുരന്തമുഖത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവുകയല്ല വേണ്ടത്. രാജ്യത്തെ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാവരും അത് പാലിച്ചുകൊണ്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. വിദേശകാര്യ മന്ത്രാലയം വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി കഴിയാവുന്നത്ര വേഗത്തിൽ മൃതശരീരങ്ങൾ സ്വന്തം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായിട്ടുള്ള നടപടികളുണ്ടായി. പ്രവാസികൾക്ക് പോറലേറ്റാൽ അത് നമുക്ക് വേദനയാണെന്നും ആരോഗ്യമന്ത്രിക്ക് യാത്രാനുമതി ലഭിക്കാത്തതിനെ ചൊല്ലിയുള്ളത് അനാവശ്യ വിവാദമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. ഒരു വിമർശനത്തിന് ഇട നൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിക്കുന്നത്. ഭാരതത്തിലെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ്. എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അർഹമായ ആനുകൂല്യം ലഭ്യമാക്കുമെന്നും ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്നും NBTC അധികൃതർ പറഞ്ഞു. ഉടനടി തന്നെ 8 ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ വലിയൊരു തുക ബാക്കി ഇൻഷുറൻസ് ആയിട്ടും ഇൻഡെംനിറ്റി ആയിട്ടും ഒക്കെ അത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജനം, കൊച്ചി.